2019 കെ മുരളീധരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയപ്പോഴാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ വി കെ പ്രശാന്ത് ആദ്യമായി ജയിക്കുകയും 2021 വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തൊരു മണ്ഡലമാണ്. ഒരുപക്ഷെ കെ മുരളീധരൻ അവിടെ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു ടൈറ്റ് ഫൈറ്റായിട്ട് മാറുകയില്ലായിരുന്നു. പക്ഷേ കെ മുരളീധരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ഒരു ശക്തമായൊരു പോരാട്ടമായി അവിടെ മാറുകയാണ് ചെയ്തത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ എൽ ഡി എഫും ബി ജെ പി, കെ മുരളീധരൻ പോയതിന് ശേഷമുള്ള ഒരു അന്തരീക്ഷം എൽ ഡി എഫും ബി ജെ പി എൻ ഡി എയും തമ്മിലുള്ളൊരു മത്സരമാണ് പലപ്പോഴും നടന്നിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥികളാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആ സ്ഥിതി മാറുകയാണ്. മുരളീധരൻ തിരിച്ചു വരികയാണ്. മുരളീധരൻ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ 2 തവണ മുരളീധരൻ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. കാര്യമായ മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിൽ തന്നെ മുരളീധരൻ ജയിച്ച പഴയ അക്കൗണ്ട് തുറക്കാനുള്ള തിരിച്ചറിവാണ്. അപ്പോൾ ആ നിലയ്ക്ക് വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കാനാണോ മുരളീധരൻ വരുന്നത് എന്നൊരു നിലയിൽ വി കെ പ്രശാന്ത് ഒട്ടും മോശക്കാരനായ ഒരാളല്ല. കാൻഡിഡേറ്റ് എന്ന നിലയിൽ തിരുവനന്തപുരം മേയറായിരുന്നു. മാത്രമല്ല ആ മണ്ഡലം കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടുള്ള ഒരു 2019 മുതൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ്. വളരെ ജനകീയമായി പ്രവർത്തിക്കുന്ന അവിടെ മൂന്നാമതൊരാൾ വന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ നഗരസഭയിലേക്കൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ആർ ശ്രീലേഖയാണ് അവിടെ മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ മുരളീധരൻ വന്നില്ലായിരുന്നുവെങ്കിൽ ബി ജെ പി, നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പി എൽ ഡി എഫ് തമ്മിലുള്ള മത്സരമായി മാറുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ സ്ഥിതി ത്രികോണ മത്സരമെന്നൊക്കെ പറയാമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ്. കെ മുരളീധരനും വി കെ പ്രശാന്തും തമ്മിലുള്ള മത്സരമായി അത് മാറിയിട്ടുണ്ട്.